My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 6 എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സീരീസിലെ 49ാമത്തെ എപ്പിസോഡിൽ സൾഫർ എന്ന അധ്യായത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡ് നമുക്ക് ശ്രമിക്കാം. ഈ എപ്പിസോഡിൽ സൾഫറിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് കൂടാതെ തന്നെ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിളിലെ അതിൻ്റെ ഫിലോസഫിയിലെ ചില പ്രധാനപ്പെട്ട ചില പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾസ് കൂടി കെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം ഈ എപ്പിസോഡ് നമുക്ക് വീക്ഷിക്കാം. ഇൻ ഓൾഡ് കേസ് ഓഫ് സിഫിലിസ് വെൻ ദ സോറിക് സ്റ്റേറ്റ് ഈസ് അപ്പർമോസ്റ്റ് സൾഫർ മേ ബി നീഡഡ്. സിഫിലിറ്റിക് കേസാണ്, പഴയ കേസാണ്, പക്ഷേ സോറിക് സ്റ്റേറ്റ് അവിടെ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ, സിഫിലിറ്റിക് ആണെങ്കിലും സൈക്കോട്ടിക് ആണെങ്കിലും ബേസിക് അണ്ടർലൈയിങ് മാലഡി എന്ന് പറയുന്നത് സോറയാണ്. മാനവരാശിയെ ബാധിക്കുന്ന പ്രൈമറി ആയിട്ടുള്ള മാലഡി എന്ന് പറയുന്നത് സോറയാണ്. അപ്പോൾ സോറ വിൽ ബി ദർ. അപ്പോൾ ഒരു പഴയ സിഫിലിറ്റിക് കേസിലും ചില അവസ്ഥകളിൽ സോറിക് കണ്ടീഷൻ, സോറയെ സൂചിപ്പിക്കുന്ന ജനറൽ കണ്ടീഷൻസ് മേൽക്കൈ ഉണ്ടെങ്കിൽ അപ്പോൾ സൾഫർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആൻറ്റി സിഫിലിറ്റിക് അല്ല, ആൻറ്റി സോറിക്കായിട്ടുള്ള സൾഫറിൻ്റെ ഇൻഡിക്കേഷൻ വരാം. അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് സൂചിപ്പിക്കുന്നെങ്കിൽ അത് സിഫിലിറ്റിക് ആണെന്ന് കരുതി സൾഫർ കൊടുക്കാതിരിക്കേണ്ട എന്നാണ് കെൻ്റ് പറയുന്നത്. സൾഫർ ഇസ് റയർലി ഇൻഡിക്കേറ്റ് വെൻ ദ സിഫിലിറ്റിക് സിംറ്റംസ് ആർ അപ്പർമോസ്റ്റ്, ബട്ട് വെൻ ദീസ് ഹാവ് ബീൻ സപ്രസ്ഡ് ബൈ മെർക്കുറി ആൻഡ് ദ ഡിസീസ് ഈസ് merely held in abeyance, sulfur will antidote the mercury and allow the symptoms to develop and the original condition to come back in order to be seen. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അവസ്ഥ പറയുകയാണ്. സിഫിലിറ്റിക് സിംറ്റംസ് താഴെ നിന്ന് സോറിക് സിംറ്റംസ് അപ്പർമോസ്റ്റ് ആണെങ്കിൽ സൾഫർ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. ഇനി സിഫിലിറ്റിക് സിംറ്റംസ് അപ്പർമോസ്റ്റായിട്ട് നിൽക്കുകയാണ്, അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ചുരുക്കമായിട്ടേ സൾഫർ കൊടുക്കേണ്ടി വരികയുള്ളൂ. സൾഫർ കൊടുക്കേണ്ടി വരുന്ന ആ റെയർ ഒക്കേഷൻ എന്താണെന്നാണ് എന്നോട് പറയുന്നത്. മെർക്കുറി ഉപയോഗിച്ചുള്ള ആൻറ്റിഡോട്ടിക്. ഇന്നിപ്പോൾ മെർക്കുറിയൽ ആപ്ലിക്കേഷൻസ് അലോപ്പതിയിൽ ഇല്ല. ഇത് പഴയ കാലത്ത് കാര്യമാണ് എൻ്റെ പറയുന്നത്. പക്ഷേ ഇന്നും അലോപ്പതി ചികിത്സയിൽ പുതിയ സങ്കേതങ്ങളുണ്ട്. പക്ഷെ അവിടെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിംറ്റംസിനെ സപ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ റിയൽ സിംറ്റംസ് പ്രകടമായിരിക്കില്ല. സിഫിലിറ്റിക് കണ്ടീഷൻ അപ്രമോഷൻ ആണെങ്കിൽ പോലും ആ സിഫിലിറ്റിക് മയാസത്തിൻ്റെ റിയൽ അല്ലെങ്കിൽ ആക്ച്വൽ സിംറ്റംസ് ആയിരിക്കില്ല അപ്പോൾ കാണുന്നത്. അത് വെച്ചുകൊണ്ടൊരു മെഡിസിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്യൂറേറ്റീവായിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ സ്യൂഡോ സിംറ്റംസ് സപ്രസ് ചെയ്ത് ശേഷമുണ്ടായ സ്യൂഡോ സിംറ്റംസിനെ നിഗലേറ്റ് ചെയ്യാനും യഥാർത്ഥ സോറിക് കണ്ടീഷനെ വിസിബിളാക്കാനും, യഥാർത്ഥ സോറിക് കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംറ്റംസിനെ വിസിബിളാക്കാനും, അങ്ങനെ വിസിബിളായാലേ ഉചിതമായിട്ട് ഔഷധം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഔഷധം തെറ്റായിരിക്കാം. അപ്പോൾ സപ്രസ്ഡ് കേസിൽ സോറിക് സിഫിലിറ്റിക് കണ്ടീഷൻസ് ആണ് അപ്പർമോസ്റ്റെങ്കിൽ പോലും യഥാർത്ഥ സിംറ്റംസ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ സൾഫർ ഉപയോഗിച്ചുള്ള ഒരു ആൻറ്റിഡോട്ടൽ അവിടെ വേണ്ടി വന്നേക്കാം എന്നാണ് കെൻ്റ് പറയുന്നത്. പ്രാക്ടീസിൽ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ മെർക്കുറിയൽ സപ്രഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഇന്നിപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും പുതിയ രീതിയിലുള്ള സപ്രഷൻസിലും ഇത് ബാധകമായേക്കാം. അത് ശ്രദ്ധാപൂർവം സിംറ്റംസ് സ്റ്റഡി ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന തരത്തിൽ സൾഫറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഡിസീസ് ഇസ് മിയർലി ഹെൽഡ് ഇൻ അബയൻസ്. അപ്പോൾ സപ്രഷൻ കൊണ്ട് ആ സിഫിലിറ്റിക് ഡിസീസ് മിയർലി ഹെൽഡ് ഇൻ അബയൻസ്, അതിനെ വെറുതെ അങ്ങ് മാറ്റി അങ്ങ് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ സപ്രസ് ചെയ്ത ആ ഏജൻറ്റിനെ സൾഫർ ആൻറ്റിഡോട്ട് ചെയ്യുകയും യഥാർത്ഥ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുകയും ഒറിജിനൽ കണ്ടീഷൻസ് ഡോക്ടർക്ക് കാണാൻ പാകത്തിന് റിവീൽ ചെയ്യപ്പെടുകയും ചെയ്യും. The great mischief done by allopaths is due to the fact that they want to cover up everything that is in the economy.
they act as if ashamed of everything in human race, whereas homeopathy endeavors to reveal everything in the human race and to antidote these drugs that cover up and to free these diseases that are held down. അലോപ്പതിയെക്കുറിച്ചുള്ള വളരെ മൗലികമായൊരു വിമർശനമാണ് കെൻ്റ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അലോപ്പതി ചെയ്യുന്നത് സിംറ്റംസിനെ കവറപ്പ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് സിഫിലിസിൻ്റെ ഭാഗമായിട്ടോ സോറയുടെ ഭാഗമായിട്ടോ തൊലിപ്പുറത്ത് വ്രണങ്ങളുണ്ട്. ആ വ്രണങ്ങളുമായിട്ട് ഒരാളുടെ സമൂഹത്തിൽ പോകാൻ പ്രയാസമാണ്. അപ്പോൾ അതിനെ കവറപ്പ് ചെയ്യുന്നതിൽ ഓയിൻമെൻറ്റ്സോ ഇഞ്ചക്ഷൻസോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കവറപ്പ് ചെയ്യുന്നു. അതാണ് അലോപ്പതി ചെയ്യുന്നത്. അപ്പോൾ കെൻ്റ് തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ ഈ യഥാർത്ഥ വസ്തുത, ആ സോറയുടെ മാനിഫെസ്റ്റേഷൻ, സിഫിലിസിൻ്റെ മാനിഫെസ്റ്റേഷൻ പുറത്ത് കാണുന്നത് നാണക്കേടായിട്ട് അലോപ്പതി കരുതുന്നു എന്നുള്ള വിമർശനമാണ് കെൻ്റോട് ഉന്നയിക്കുന്നത്. പക്ഷേ ഹോമിയോപ്പതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിയൽ എക്കണോമിയിൽ ഉള്ളത് എന്താണോ, വസ്തുത എന്താണോ അതിനെ പുറത്തു കൊണ്ടുവരിക. അതിന് അങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ അതിനെ ജഡ്ജ് ചെയ്യാനും ഉചിതമായ ഔഷധം ഉപയോഗിച്ചുകൊണ്ട് അതിന് റാഡിക്കൽ ഹീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള വ്രണങ്ങളെ ഉള്ളിലേക്ക് കൊണ്ട് സപ്രസ് ചെയ്ത് ആന്തരാവയവങ്ങൾക്ക് കേടുപാടുകളുണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് എൻ്റെ. പക്ഷേ ഇവിടെ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു നിങ്ങളുടെ പ്രാക്ടീസിലൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ടാകും. ആളുകൾക്ക് ഇത് റിവീൽ ചെയ്യുന്നത് താല്പര്യമുണ്ടാകുന്നില്ല. അവരുടെ ചൊറിയോ ചിരങ്ങോ സിഫിലിസിൻ്റെ വ്രണങ്ങളോ ഒക്കെ പുറമേ കാണുന്നത് പൊതുവെ സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമാണ്. ചികിത്സയുടെ ഭാഗമായിട്ട് അത് പുറത്ത് വരുന്നത് താല്പര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രതിസന്ധിയെ മറികടന്ന് ഹോമിയോപ്പതിയെ നമുക്ക് ശരിയായ രീതിയിൽ പിൻവലിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വായിച്ചു തുടങ്ങിയ കാലത്ത് എൻ്റെ പ്രേരണയിൽ ഹോമിയോപ്പതി പഠനത്തിലേക്ക് വന്ന പലരും പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അവർ നേരിട്ടു. വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് നേരിട്ടപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു വഴി, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പേഷ്യൻസിനെ നേരിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ അതിന് മുമ്പ് തന്നെ അവർ വന്ന് നിങ്ങളുടെ ചേംബറിന് മുമ്പിൽ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ തന്നെ അവർ ഹോമിയോപ്പതിയുടെ ഇത്തരം ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ലളിതമായ വാചകങ്ങൾ എഴുതി വെക്കുക. ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾ, അത് റാഡിക്കൽ ക്യൂർ കൊടുക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മെഡിസിനൽ അഗ്രവേഷൻ, നിങ്ങൾ നേരത്തെ എടുത്തിട്ടുള്ള ചികിത്സകളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് അവരെടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ട് സപ്രസ് ചെയ്യപ്പെട്ട സിംറ്റംസ് പുറത്തേക്ക് വരാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടി വരും. വിദ്യാർത്ഥികളാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പോയിരിക്കേണ്ടി വരും. നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അത് താൽക്കാലികമാണ്. വളരെ വേഗം അഗ്രവേഷൻ വളരെ വേഗം മാറും. ഓൾഡ് സിംറ്റംസ് റിവീൽ ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ട് പോവുകയും നിങ്ങളുടെ ആ പ്രശ്നം മാത്രമല്ല സപ്രഷൻ മൂലമുണ്ടായ മറ്റു പല പ്രശ്നങ്ങളും, അത് നിങ്ങളോട് പറയാത്ത മറ്റു പല പ്രശ്നങ്ങളും ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കും. ഈവൻ ക്യാൻസർ, ഇൻറ്റേർണൽ അൾസേഴ്സ്, ഇൻറ്റേർണൽ പെയിൻസ്, നാടിപ്പോൾ വ്യാപകമായി കാണുന്ന നടുവേദന, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, തലവേദനകൾ, ഇതൊക്കെ സപ്രഷൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. അപ്പോൾ അത് പുറമേക്ക് വന്നു അത് റിവീൽ ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു പല പ്രശ്നങ്ങളും മാറുകയും ഒരു സമ്പൂർണ്ണ രോഗശാന്തി കിട്ടുകയും ചെയ്യുന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുന്ന തരത്തിൽ അവരെ ചില ലഘുവായ ലളിതമായ വാചകങ്ങൾ നിങ്ങളുടെ ചേംബറിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത് ചെയ്ത എൻ്റെ അന്നത്തെ പല സുഹൃത്തുക്കളിലും പിന്നീട് ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നീട് ഡോക്ടർക്ക് വരുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഹോമിയോപ്പതി എന്നുള്ള ഏത് സിസ്റ്റത്തിലും വളരെ ആവശ്യമാണ്. ഡോക്ടേഴ്സിന് വെറുതെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, രോഗികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കടമ കൂടിയുണ്ട്. അത് ഏത് സിസ്റ്റത്തിലും അത് വേണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ സൾഫർ അതേപോലുള്ള മറ്റ് ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആൻറ്റിഡോട്ട് ചെയ്യുകയും പഴയ സിംറ്റംസ് പുറത്തു വരികയും ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന രോഗിയുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അതിനെങ്ങനെ മറികടക്കാമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത്ര പ്രബോധനം അവർക്ക് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അവർ ചികിത്സ പൂർത്തീകരിക്കില്ല. നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷനോ അതിൽ നിന്നുള്ള നേട്ടമോ ഒന്നും നിങ്ങൾ കിട്ടാതെ വരും. അത് വളരെയധികം ശ്രദ്ധിക്കുക.
It is true that many patients will not have homeopathy because they do not want their syphilitic eruption brought to view. They do not want the evidence of their indiscretion brought to light. But homeopathy endeavors to do that. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത ദുഷ്കൃതികൾ, ഇപ്പോൾ സിഫിലിറ്റിക് മയാസം വരാൻ കാരണം, സിഫിലിസ് വരാൻ കാരണം സെക്ഷൽ ഇൻഡിസിപ്ലിൻ ആകാം, മറ്റു പല കാരണങ്ങളോടൊപ്പം തന്നെ അതുമാകാം. അപ്പോൾ അത്തരം അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ അവരുടെ തെറ്റുകൾ പൊതുജന മധ്യത്തിലേക്ക് വരാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഹോമിയോപ്പതി എൻഡവേഴ്സ് തന്നെ, ഹോമിയോപ്പതി ദൗത്യമതാണ്. ഹോമിയോപ്പതി യത്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥ അവസ്ഥയെ പുറത്ത് കൊണ്ടുവന്ന ശേഷം ഹീൽ ചെയ്യുക. മനസ്സിലായി? അപ്പോൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങൾ സജ്ജരായിരിക്കും. കണ്ടീഷൻ ദാറ്റ് ആർ ഇൻ ദ എക്കോണമി വിൽ കം ഔട്ട് അണ്ടർ പ്രോപ്പർ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ്. സൾഫർ ബ്രിങ്സ് കംപ്ലൈൻസ് ടു സൾഫേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ബി സീൻ. അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സൾഫർ വെളിയിലേക്ക് കൊണ്ടുവരും. സോ ദാറ്റ് ദേ ക്യാൻ ബി സീൻ. അവയെ കാണാൻ സാധിക്കും. അവയെ കണ്ടാലേ അവയെ അസസ് ചെയ്ത് യഥാർത്ഥ സിംറ്റംസ് മനസ്സിലാക്കി അതിൻ്റെ റൂബ്രിക്സ് എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾ റിപ്പർട്ടറൈസ് ചെയ്ത് ഔഷധം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ സൾഫർ പ്രാക്ടീസിന് വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. പക്ഷേ വളരെ ശ്രദ്ധാപൂർവം വളരെ മുൻകരുതലോട് വേണം ഉപയോഗിക്കാൻ. ഇറ്റ് ഈസ് എ ജനറൽ ബ്രോഡ് ആൻറ്റിഡോട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇറ്റ്സ് എ ജനറൽ ബ്രോഡ് ആൻറ്റിഡോട്ട്. ജനറൽ അല്ലാത്ത ആൻറ്റിഡോട്ടുകളുണ്ട്, ബ്രോഡല്ലാത്ത ആൻറ്റിഡോട്ടുകളുണ്ട്. നിങ്ങൾ നക്സോമിക്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നക്സോമിക്ക് നല്ലൊരു ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കാം. കോഫിയ, അങ്ങനെ പല സാധനങ്ങളും ആൻറ്റിഡോട്ടായിട്ട് വരും. പക്ഷേ ഇതൊന്നും ഒരു ജനറൽ ബ്രോഡ് ആൻറ്റിഡോട്ട് അല്ല. ജനറൽ ബ്രോഡ് ആൻറ്റിഡോട്ട് എന്നുള്ള വിശേഷണം അറിയിക്കുന്നത് സൾഫറാണ്. It is a medicine offer called for in the suppression of eruptions from cold and from drugs and even from sulfur. അപ്പോൾ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന സപ്രഷൻ, തണുപ്പടിച്ച് ചിലത് സപ്രസ് ചെയ്യപ്പെടാം, ഔഷധങ്ങൾ ഉപയോഗിച്ച് സപ്രസ് ചെയ്യപ്പെടാം, ഇനി സൾഫർ കൊണ്ട് തന്നെ സപ്രസ് ചെയ്യപ്പെടാം. പണ്ട് കാലത്ത് സൾഫർ എക്സ്റ്റേണൽ യൂസേജ് വളരെയധികം ഉണ്ട്. സൾഫറിനെ ഒരു ഔഷധമായിട്ട് പണ്ട് കാലം മുതലേ, ചരിത്രാതീത കാലം മുതൽ തന്നെ സൾഫർ തന്നെ കണ്ടിരുന്നു. ഇപ്പോഴും ദൗർഭാഗ്യവശാൽ സൾഫർ ഓയിൻമെൻറ്റുകൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. അതുമൂലം സപ്രഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ സൾഫർ കൊണ്ടുള്ള സപ്രഷനെയും സൾഫർ ഉചിതമായ പൊട്ടൻസി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻറ്റിഡോട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് എ മെഡിസിൻ ടു ഡെവലപ്പ് ദീസ് തിങ്സ് വിച്ച് ഹാവ് ബീൻ കവേർഡ് അപ്പ്. ഹെൻസ് യു വിൽ സീ സൾഫർ ഇൻ ഓൾ ദ ലിസ്റ്റ് ഓഫ് റെമഡീസ് യൂസ്ഫുൾ ഫോർ സപ്രസ്ഡ് ഇറപ്ഷൻസ് ഓർ ഫോർ എനിത്തിങ് സപ്രസ്ഡ് ബൈ ഡ്രഗ്സ്. അപ്പോൾ ഏതൊരു സപ്രഷനിലും നിങ്ങൾ റെപ്പർട്ടൈസ് ചെയ്യുമ്പോൾ കുറച്ച് റെമഡീസ് കിട്ടിക്കില്ല, അവിടെ അതിൻ്റെ മേലിൽ തന്നെ സൾഫർ ഉണ്ടാകും. ഈവൻ വെൻ അക്യൂട്ട് ഇറപ്ഷൻസ് ഹാവ് ബീൻ സപ്രസ് സൾഫർ ബിക്കംസ് എ വാല്യുബിൾ റെമഡി. അപ്പോൾ അക്യൂട്ട് കണ്ടീഷനിൽ പോലും അക്യൂട്ട് ഇറപ്ഷൻസിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫർ വളരെയധികം ഉപകരിക്കും. സൾഫറിനെ ക്രോണിക് കണ്ടീഷൻസിന് മാത്രമായിട്ട് ഒതുക്കി നിർത്തേണ്ടതില്ലെന്ന് എൻ്റെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അക്യൂട്ട് കണ്ടീഷനിലും സൾഫറിൻ്റെ ഉപയോഗം വരും. ഇൻ സപ്രസ്ഡ് ഗൊണോറിയ, സൾഫർ ഈസ് ഓഫൺ ദ റെമഡി ടു സ്റ്റാർട്ട് അപ്പ് ദ ഡിസ്ചാർജ് and re-establish the conditions that have been caused to disappear. അപ്പോൾ നേരത്തെ സിഫിലിസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സൈക്കോട്ടിക് കണ്ടീഷൻ്റെ കാര്യത്തിലും ഗൊണേറിയയുടെ കാര്യത്തിലും ഗൊണേറിയൽ ഡിസ്ചാർജിനെ സാധാരണ സപ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷൻസും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സപ്രസ് ചെയ്യാറുണ്ട്. സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും പറയില്ല, പുറത്ത് പറയില്ല. എൻ്റെ ചില സുഹൃത്തുക്കൾ, ഞാൻ പഠിക്കുന്ന കാലത്ത് ഹോമിയോപ്പതിയൊക്കെ അറിയുന്നതിന് മുൻപ് പഠിക്കുന്ന കാലത്ത് ഒരു സുഹൃത്ത് എന്നോട് ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. വളരെ ഏകദേശം എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്കൊന്നൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയില്ല. ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. പിന്നീട് ഞാൻ ഹോമിയോപ്പതിക് ലിറ്ററേച്ചർ വായിച്ച് തുടങ്ങിയപ്പോൾ വേഗം പോയി നേരിൽ കണ്ട ആളുകളിലൊന്ന് ആ ചെറുപ്പക്കാരനായിരുന്നു. എന്നേക്കാൾ അല്പം പ്രായം കൂടുതലാണ്. അയാൾ ലോറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ആ ജോലിയുടെ ഭാഗമായിട്ട് അയാൾക്ക് സംഭവിച്ച ചില തെറ്റുകളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പോഴേക്കും ഡോക്ടർ ജൻബാബുவோട് ഞാൻ പരിചയത്തിലായിരുന്നു. ബാബുചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. ആ ഗുണേറൽ ഡിസ്ചാർജ് റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നിൽക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന കൂട്ടത്തിൽ അയാളെ താമസിപ്പിച്ചു. ചികിത്സ പൂർത്തിയാക്കി സമ്പൂർണ്ണ ആരോഗ്യവാനായി. പിന്നെ വിവാഹിതനായി, കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ ഒരു മുതിർന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ സിഫിലിറ്റിക് ഇറപ്ഷൻ്റെ സപ്രഷനും ഗുണേറിയൽ ഡിസ്ചാർജിൻ്റെ സപ്രഷനിലും സൾഫർ വളരെ ഉപയോഗിക്കും. ആവശ്യമുള്ള സൾഫർ ഉപയോഗിച്ചു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക്
സംസാരിച്ചിരുന്നില്ല. ഏതായാലും ആൾ ഹീൽ ചെയ്യാൻ സാധിച്ചു. സൾഫർ ഇസ് ഓഫൺ ദ റെമഡി. പലപ്പോഴും അങ്ങനെ വരാമെന്നുള്ളൂ, സൾഫർ തന്നെ വരണമെന്നില്ല, സൾഫറിന് ഇൻഡിക്കേഷൻ ഉണ്ടായാൽ മാത്രം. സിംറ്റംസ് ദാറ്റ് ഹാവ് ബീൻ സപ്രസ്ഡ് മസ്റ്റ് റിട്ടേൺ ഓർ എ ക്യൂർ ഈസ് നോട്ട് പോസിബിൾ. ഉണ്ടോ, നിങ്ങൾ അടിവരയായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. സപ്രസ് ചെയ്ത സിംറ്റംസ് പുറത്ത് വന്നേ പറ്റും, അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ക്യൂർ ഇമ്പോസിബിൾ. ചെറുപ്പത്തിലുണ്ടായ ചൊറി, അതേപോലെ മറ്റ് പ്രശ്നങ്ങൾ, ഇതേപോലുള്ള മൊണേറിയൽ സൈക്കോട്ടിക് സിഫിലിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്ത് വന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ രോഗശാന്തി നടക്കൂ. അത് വളരെ കൃത്യമാണ്. ഓർ എ ക്യൂർ ഈസ് നോട്ട് പോസിബിൾ, വളരെ വ്യക്തമായ കാര്യമാണ്. സൾഫർ ഹാസ് ബീൻ ദ റെമഡി ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഹിസ്റ്ററി, ഫ്രം ദ ടൈം ഓഫ് ഹെനിമാൻ ആൻഡ് ഓൺ ഹിസ് റെക്കമെൻഡേഷൻ ടു ബി തോട്ട് ഓഫ് when there is a positive symptoms to prescribe on, a latent condition of the symptoms due to sora. അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥ ഹനുമാൻ്റെ കാലം മുതൽ തന്നെ മനസ്സിലാക്കിയൊരു കാര്യമാണ് പോസിറ്റീവ് സിംറ്റംസിൻ്റെ കുറവ്. നമ്മൾ നോക്കുമ്പോൾ കേസ് എത്ര വിശദമായിട്ട് എടുത്തിട്ടും നമുക്കൊരു മരുന്ന് കണ്ടെത്താൻ പാകത്തിനൊരു സ്ട്രോങ് ജനറൽസ് കിട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലും സുഹൃത്തുക്കളുടെ അനുഭവത്തിലും ഒരു 5 സ്ട്രോങ് ജനറൽസ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ ഒരു കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നില്ല. സിംറ്റംസിന് പോസിറ്റീവ് ഉണ്ട്. ആ ഒരവസ്ഥയിൽ ലേറ്റിൻ കണ്ടീഷൻ, അത് ലേറ്റിൻ സോറയുടെ ലക്ഷണമാണ്. ആ ഒരവസ്ഥയിൽ സൾഫറിനെ കുറിച്ച് ചിന്തിക്കണം. സൾഫർ കൊടുക്കണത് തിങ്ക് അബൌട്ട് സൾഫർ. ഇൻ ദി സ്റ്റേറ്റ് ഇറ്റ് ഹാസ് ബീൻ അഡ്മിനിസ്ട്രേഡ് വിത്ത് സോ മച്ച് ബെനിഫിറ്റ് ദാറ്റ് ദ റൂട്ടീൻ പ്രിസ്ക്രൈബ് ഹാസ് ലേൺഡ് ദ ഫാക്ട്. അപ്പോൾ ഇത് ഇൻഡിസ്ക്രീറ്റായിട്ട് സൾഫർ ഉപയോഗിച്ചാൽ പോലും അതിന് ഗുണമുണ്ടാകുന്ന പറഞ്ഞു. ഈ റൂട്ടീൻ പ്രിസ്ക്രൈബർ ഒരു പനി കാണുമ്പോൾ വെൽഡോണ അല്ലെങ്കിൽ അക്കോണൈറ്റ് അങ്ങനെ കൊടുക്കുന്ന റൂട്ടീൻ പ്രിസ്ക്രൈബർ പോലും ഈ വസ്തുത മനസ്സിലാക്കാൻ തക്ക വിധം സൾഫറിൻ്റെ പ്രയോഗത്തിൻ്റെ സാധ്യത അത്രയ്ക്ക് വലുതാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ടൊരു റൂട്ടീൻ എന്ന മട്ടിൽ തന്നെ സൾഫർ ഉപയോഗിക്കാമെന്നാണ് എന്നോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സാമുൽ ഹനിമാൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് ക്രോണിക് കേസിൽ എല്ലാത്തിനും തന്നെ തുടക്കത്തിൽ സൾഫർ ഒരു ഡോസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. വെൻ അപ്പാരൻ്റ്ലി ഓർ സൂപ്പർഫിഷ്യലി വെൽ ഇൻഡിക്കേറ്റഡ് റെമഡീസ് ഫെയിൽ ടു ഹോൾഡ് എ പേഷ്യൻറ്റ് ആൻഡ് സിംറ്റംസ് കനോട്ട് ബി ഫൗണ്ട് ഫോർ എ ബെറ്റർ റെമഡി, it is true that sulfur takes a deep hold of the economy and remedies act better after. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട്, വെൽസൽ റെമഡീസ് ശരിക്കും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർലൈൻ സോറയെ നീക്കുകയും കറക്റ്റ് റെമഡിക്ക് ശരിയായ രീതിയിൽ ഡെപ്തിൽ ആക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ദിസ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ് ഫ്രം എക്സ്പീരിയൻസ്. അപ്പോൾ കെൻറ്റിൻ്റെ അനുഭവത്തിൽ നിന്നും വളരെയധികം വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫാക്റ്റാണ്. You will find at times when you have given a remedy which seems well indicated that it does not hold the case, and then you give the next best indicated remedy and then the next with the same result. അപ്പോൾ നിങ്ങൾ റിപ്പർട്ടൈസ് ചെയ്യുമ്പോൾ ഒരു 3-4 മരുന്നുകൾ നിങ്ങൾ സെലക്ട് ചെയ്തു, ഏറ്റവും മേലെ കാണുന്ന റെമഡി നിങ്ങൾ കൊടുത്തു, റിസൾട്ട് കിട്ടുന്നില്ല. സെക്കൻഡ് കൊടുത്തു, റിസൾട്ട് കിട്ടുന്നില്ല. തേർഡ് കൊടുത്തു, റിസൾട്ട് കിട്ടുന്നില്ല. സാധാരണഗതിയിൽ തുടക്കക്കാരെ നിരാശപ്പെട്ടു പോകും. നമ്മൾ വളരെയധികം പ്രയത്നിച്ചു, കേസെടുത്തു, നന്നായിട്ട് പഠിച്ചു, റിപ്പർട്ടൈസ് ചെയ്തു, പക്ഷേ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം അവസ്ഥയിലും ഇതിന് ഈ വെൽസൽ റെമഡീസിനെ ആക്ട് ചെയ്യുന്ന തടയുന്ന ലേറ്റൻ കണ്ടീഷൻസ് ഉണ്ട്. ആ ലേറ്റൻ കണ്ടീഷൻസിനെ നീക്കം ചെയ്ത് വെൽസൽ റെമഡീസിന് ആക്ട് ചെയ്യാനുള്ള അരങ്ങൊരുക്കുക, നിലമൊരുക്കുക. ഒരു കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലമൊരുക്കുമല്ലോ, അതുപോലെ നിലമൊരുക്കൽ പ്രക്രിയ ഉചിതമായൊരു ഔഷധമാണ് സൾഫർ. You will begin to wonder why this is, but you will see that although the case does not call clearly for sulfur, yet on its administration, it so closely conforms to the underlying condition, bracket, and sora is so often the underlying condition, that it makes the remedies act better. This is an observation that has been confirmed since the time of Hanuman by all the old men. ഹനുമാൻ്റെ കാലം മുതൽ പഴയകാലത്തെ മാസ്റ്റേഴ്സ് എല്ലാവരും അനുഭവിച്ച് പ്രയോഗിച്ച് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഒരു ഷുവറായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
സൾഫറിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് കൺഫേംഡായിട്ട് കാണിച്ചില്ലെങ്കിൽ പോലും സൾഫർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് റൊട്ടീൻ ആപ്ലിക്കേഷനിലേക്കാണ് കെൻഡ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാവുന്നതാണ്. Such things are only necessary when there is a positive symptoms or after much study it is necessary to resort to what seem the best measures justifiable to a certain extent based upon observation and upon a knowledge of the condition underlying the constitution of the whole race. ഈ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു. മാനവരാശിയുടെ ആരോഗ്യാവസ്ഥയുടെ അണ്ടർലൈയിങ് കണ്ടീഷൻ സോറയാണെന്നുള്ള വസ്തുത പരിഗണിക്കുമ്പോൾ സൾഫർ കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് സിംറ്റംസ് ഉള്ളപ്പോൾ സൾഫർ കൊടുക്കുന്നത് ജസ്റ്റിഫയബിൾ ആണ് എന്നാണ് കെൻഡ് ഇവിടെ മറ്റു തരത്തിൽ വ്യംഗ്യമായിട്ട് പറഞ്ഞു വരുന്നത്. വി നോ ദാറ്റ് അണ്ടർലൈയിങ് ദീസ് കേസസ് വിത്ത് ഫ്യൂ സിംറ്റംസ് ദർ ഇസ് എ ലേറ്റന്റ് കണ്ടീഷൻ ആൻഡ് ദാറ്റ് ഈസ് ഈദർ സോറ, സിഫിലിസ് ഓർ സൈക്കോസിസ്. അപ്പോൾ ഇത്തരം സിംറ്റംസ് കുറവുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഒരു അണ്ടർലൈയിങ് കേസുണ്ട്. ഈ അണ്ടർലൈയിങ് കേസ് ഒരു ലേറ്റന്റ് കണ്ടീഷൻ, അത് ഒന്നുകിൽ സോറയാകാം, അല്ലെങ്കിൽ സിഫിലിസ് ആകാം, അല്ലെങ്കിൽ സൈക്കോസിസ് ആകാം. ഇഫ് ഇറ്റ് വർ നോട്ട് ടു ബി സിഫിലിസ് യു വുഡ് സെലക്ട് ദ ഹെഡ് ഓഫ് ദ ക്ലാസ് ഓഫ് റെമഡീസ് ലുക്കിംഗ് ലൈക്ക് സിഫിലിസ്. അപ്പോൾ സിഫിലിസ് ആണെങ്കിൽ സിഫിലിസിനോട് സാമ്യം വരുന്ന ഔഷധങ്ങളുടെ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന നോക്കണം. ഇഫ് നോട്ട് ടു ബി സൈക്കോസിസ് യു വുഡ് സെലക്ട് ദ ഹെഡ് ഓഫ് ദ ക്ലാസ് ഓഫ് റെമഡീസ് ലുക്കിംഗ് ലൈക്ക് സൈക്കോസിസ്. അപ്പോൾ സൈക്കോസിസ് ആണെങ്കിൽ സൈക്കോസിസ് എന്ന് തോന്നിക്കുന്ന, സൈക്കോട്ടിക് എന്ന് തോന്നിക്കുന്ന ഔഷധങ്ങളുടെ ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നോക്കണം. ഇനി അത് ഏതൊക്കെയാണെന്ന് പറയണം. സൾഫർ സ്റ്റാൻഡ്സ് അറ്റ് ദ ഹെഡ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് റെമഡീസ് ലുക്കിംഗ് അറ്റ് ദ അണ്ടർലൈയിങ് സോറ. അണ്ടർലൈയിങ് സോറ ആണെങ്കിൽ ഈ ഹെഡ് ഓഫ് ദ റെമഡി എന്ന് പറയുന്നത് സൾഫറാണ്. ആൻഡ് ഇഫ് സോ, ഇഫ് ദ അണ്ടർലൈയിങ് കൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ടു ബി സോറിക് ആൻഡ് ഇറ്റ് ഈസ് എ മാസ്ക്ഡ് കേസ്, sulfur will open up the latent case. And even if it does not act on a positively curative basis, it is true that a better representation of the symptoms come up. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ സൾഫർ കൊടുക്കുമ്പോൾ ഈ ലേറ്റന്റ് കണ്ടീഷനെ ഓപ്പൺ അപ്പ് ചെയ്യും. ലേറ്റൻ്റായിട്ട് കിടക്കുകയാണ്, കുഴിച്ചുമൂടി കിടക്കുകയാണ്, മേലേൽ ഇങ്ങനെ വെള്ളം പൂശിയിട്ടിരിക്കുകയാണ്. ആ വെള്ളപൂശലിനെ മാറ്റുമ്പോൾ അടി കിടക്കുന്ന ദുഷ്യം പുറത്തു വരുന്നു. ഇനി സൾഫർ ക്യൂറേറ്റീവായിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കും. അത് കൂടുതൽ കൃത്യമായിട്ടുള്ള ബെറ്റർ റെപ്രസെൻറ്റേഷൻ, ആ യഥാർത്ഥ അവസ്ഥയെ ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്ന ശരിയായ സിംപ്റ്റംസ് പുറത്തു വരാൻ സൾഫർ സഹായിക്കും. ആൻഡ് ആസ് സൾഫർ ഈസ് ടു സോറ, സോ ഈസ് മെർക്കുറിയസ് ടു സിഫിലിസ് ആൻഡ് തൂജ ടു സൈക്കോസിസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോറയുടെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ റെമഡി സൾഫറാണ്. സിഫിലിസിൻ്റെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ റെമഡി മെർക്കുറിയസ് ആണ്. സൈക്കോസിൻ്റെ കാര്യത്തിൽ ഹെഡ് ഓഫ് ദ റെമഡി തൂജയാണ്. അപ്പോൾ സൾഫർ, മെർക്കുറിയസ്, തൂജ. അപ്പോൾ ഇതാണ് അണ്ടർലൈയിങ് കേസസിനെ കുറിച്ച്, മാസ്ക്ഡ് കണ്ടീഷൻസിനെ കുറിച്ച് ഉള്ള കെൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രബോധനം. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അന്നത്തെ അവസ്ഥയല്ല ഇന്നുള്ളത്. മോഡേൺ മെഡിസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ മെർക്കുറിയൽ ആപ്ലിക്കേഷൻസ് ഒന്നും അല്ല. കൂടുതൽ ശക്തമായിട്ടുള്ള മെഡിക്കൽ ഏജൻസിൻ്റെ ഉപയോഗമുണ്ട്, സപ്രഷനുണ്ട്. ഈ സപ്രസ് ചെയ്ത കാര്യങ്ങൾ പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ട്. പലതരം മയാസിംസ് കൂടിച്ചേർന്ന് കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയുണ്ട്. ഒരു സിമ്പിൾ സോറിക് കണ്ടീഷൻ കണ്ടെത്തുക പ്രയാസമായി, സിമ്പിൾ സിഫിലിറ്റിക് കണ്ടീഷൻ കണ്ടെത്തുക പ്രയാസമായി, സിമ്പിൾ സൈക്കോട്ടിക് കണ്ടീഷൻ കണ്ടെത്താൻ പ്രയാസമായി. ചിലപ്പോൾ ഏതെങ്കിലും 2 കൂടിക്കിടക്കുന്നതാകാം, ചിലപ്പോൾ 3 കൂടിക്കിടക്കുന്നതാകാം. അത്തരം അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. നമ്മൾ വിശദമായിട്ട് പഠിച്ച് ഏത് കണ്ടീഷനാണോ, ഏത് മയാസമാണോ അവിടെ അപ്പർ ഹാൻഡ് ഉള്ളത്, അതിന് പറ്റിയ ഹെഡ് ഓഫ് ദ റെമഡി ഉപയോഗിക്കുന്നു. അപ്പോൾ മറ്റൊരു കണ്ടീഷൻ വന്നിരിക്കാം, ചിലപ്പോൾ അത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിരിക്കാം, മറ്റൊരു പൊട്ടൻസി റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിരിക്കാം, മറ്റൊരു മയാസത്തിൻ്റെ സെറ്റ് ഓഫ് സിംപ്റ്റംസ് വന്നിരിക്കാം. അപ്പോൾ അതിനെ ഉചിതമായി കൊടുത്തു. നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ ഒരു
വല്ലാത്തൊരു ബ്ലോക്കിൽ കിടക്കുന്ന ഒരു വാഹനത്തെ അതിന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നേരെ തന്നെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ വശം തിരിഞ്ഞ് പോകണം, 90 ഡിഗ്രി പോകേണ്ടി വരും, ചിലപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വരും, പിന്നെ വീണ്ടും മുന്നോട്ട് എടുക്കേണ്ടി വരും, പിന്നെ മറ്റൊരു വശത്തേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അതിന് പുറത്തേക്ക് എടുക്കുന്നത്. അതേമാതിരി ഈ 3 തരം മയാസംസും കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ വളരെ ശ്രദ്ധാപൂർവം ഈ 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ശ്രദ്ധാപൂർവം പോകേണ്ടി വരും. പിന്നെ കോംപ്ലിക്കേറ്റഡ് കേസസിനെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒരു ലേഖനം ഞാൻ ഡോക്ടർ ഘട്ടക് എഴുതിയ കോസ് ആൻഡ് ക്യൂർ ഓഫ് ക്രോണിക് ഡിസീസസ് എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പുസ്തകം ഡോക്ടർ ജൻബാബിനോട് ചേർന്ന് ഇങ്ങനത്തെ ഒരു പുസ്തകം തയ്യാറാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇതിൽ ചേർക്കാൻ സെലക്ട് ചെയ്ത ലേഖനങ്ങളിൽ ഞങ്ങൾ ബാബുച്ചേട്ടനും ഞാനും കൂടി ആദ്യം സെലക്ട് ചെയ്ത ഒന്നായിരുന്നു ആ ഘട്ടക്കിൻ്റെ ആ ഒരു ലേഖനം. ആ ലേഖനം വിവർത്തനം ചെയ്ത് ഈ പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ ബുക്കിലും കിട്ടും. ഘട്ടക്കിൻ്റെ ഡോക്ടർ ബാനർജി എഡിറ്റ് ചെയ്ത ഘട്ടക്കിൻ്റെ ബുക്കിൽ നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിൽ വായിക്കണമെങ്കിൽ ഈ പുസ്തകം വായിക്കാം. നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകം തപാലിൽ കിട്ടാനുള്ള വഴി ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അങ്ങനെ വിശദമായിട്ട് പഠിച്ച് ഹോമിയോപ്പതിയെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഇത്തരം പ്രോഗ്രാമിലൂടെ ഞാൻ ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത്. സൾഫർ അതിൽ നിങ്ങളുടെ ഒന്നാമത്തെ ആയുധമാണ്. സൾഫറിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഒരു മെർക്കുറീസിനെ കുറിച്ചും പൂജയെക്കുറിച്ചുമൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം നന്ദി. സൾഫറിനെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായിട്ട്, മറ്റ് കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് വിദ്യാർത്ഥികളുമായി ഇത് ഷെയർ ചെയ്യുക. വീഡിയോകൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.